إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ മറിയം 64-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക വമാ നതനസ്സലു ഇല്ലാ ബിഅംരിക. നബിയെ, താങ്കളുടെ റബ്ബിന്റെ രക്ഷിതാവിന്റെ അനുമതി പ്രകാരമല്ലാതെ ഞങ്ങൾ ഇറങ്ങി വരുന്നില്ല. ഇത് മലക്കുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ ആ ഒരു വാചകമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എടുത്തു കൊടുത്തിരിക്കുന്നതിന്റെ സബബുൻ നുസൂൽ. ഈ ആയത്തിറങ്ങാനുള്ള കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വേള കുറെ നാളത്തേക്ക് വഹി നിലച്ചുപോയി. അങ്ങനെ വഹി വരാൻ താമസിച്ചു. അപ്പോൾ മലക്ക് വരാൻ താമസിച്ചപ്പോൾ അവിടെയുള്ള മുശ്രിക്കുകളായ ആൾക്കാരും മറ്റുള്ള മുനാഫിക്കുകളും ഒക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇപ്പോൾ മുഹമ്മദ് നബിക്ക് വഹി വരുന്നില്ല, വഹി നിലച്ചുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള ഫിത്നകൾ ഉണ്ടാക്കിയപ്പോൾ അത് കഴിഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ താമസം നേരിട്ടതിന്റെ ആ ഒരു കാരണം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അന്വേഷിച്ചപ്പോൾ തിരിച്ചു അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ വാക്കാണിത്. വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക. നബിയെ, താങ്കളുടെ റബ്ബിന്റെ അനുമതി പ്രകാരമല്ലാതെ, കൽപ്പന പ്രകാരമല്ലാതെ ഞങ്ങൾ ഇറങ്ങി വരുന്നില്ല. ലഹു, അവന് ഉള്ളതാണ്, മാ ബൈന ഐദീന, ഞങ്ങൾക്ക് മുന്നിലുള്ളതും, വമാ ഖൽഫന, ഞങ്ങൾക്ക് പിറകിലുള്ളതും, വമാ ബൈന ദാലിക, അത് രണ്ടിന്റെയും ഇടയിലുള്ളതും എല്ലാം അല്ലാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്, അജയ്യനാണ്. കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് അവൻ മാത്രമാണ് എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. വമാ കാന റബ്ബുക നസിയ. താങ്കളുടെ റബ്ബിനെ, നബിയെ, താങ്കളുടെ റബ്ബ് വിസ്മരിക്കുന്നതല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മറന്നു പോകുന്ന ആളല്ല താങ്കളുടെ റബ്ബിന് കൃത്യമായിട്ടറിയാം ഏത് സമയത്ത് വഹി അയക്കണം, ഏത് സമയത്ത് അതിനെ സ്റ്റോപ്പ് ചെയ്യണം, ഏത് സമയത്താണ് അതിന്റെ വഹി ഇറക്കേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും താങ്കളുടെ റബ്ബിന്റെ അടുത്ത് സുനിശ്ചിതമായി അത് നിർണിതമായ രേഖയിൽ രേഖപ്പെടുത്തി വെച്ചതാണ്. ഇത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാനുള്ളത്. ഇതാണ് ഈ ആയത്തിന്റെ ഒരു ഇറക്ക കാരണം, സബബുൻ നുസൂൽ. ഇത്രയുമാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ അല്ലാഹു നമ്മോട് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.